ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നുണ്ടല്ലോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മളൊരു ചാലഞ്ച് വീഡിയോ ആയിട്ടാണ്. എല്ലാവരും പറയുന്നത് ചാലഞ്ച് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ മാത്രം കാണിക്കാതെ ചാലഞ്ച് ആയിട്ട് ചെയ്യാൻ വേണ്ടി. അപ്പം ഇന്ന് നമ്മളൊരു ചാലഞ്ച് രാവിലെ മുന്നേ മഴയാണ്. അതെ, അപ്പൊ ചാലഞ്ച് എന്താ എനിക്കല്ല കേട്ടോ, രഞ്ജോട്ടനാണ് ചാലഞ്ച്. അതായത് ഇന്ന് ഡേ ടു നൈറ്റ് രഞ്ജോട്ടൻ മഴയത്താണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് സമയം, അല്ലേ രഞ്ജോട്ടാ? അതെ, മഴയിൽ ഓരോ ചാലഞ്ചുകൾ നീ തരും, അതിനെ ആക്സെപ്റ്റ് ചെയ്യും. മഴയത്ത് ഇന്ന് ഫുൾ ഡേ ഭക്ഷണം കഴിക്കുന്നതായാലും ശരി, വെള്ളം കുടിക്കുന്നതായാലും ശരി, വേറെ എന്തായാലും ശരി, ഫുൾ മഴയത്തായിരിക്കും. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ വക കുറച്ച് ടാസ്കുകളൊക്കെ ഉണ്ടാവും കേട്ടോ. വെറുതെ ഒന്നും ചെയ്യൊന്നും വേണ്ട, ചാലഞ്ച് കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയാക്കിയല്ലോ. അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട്, ടാസ്കുകളെല്ലാം ചെയ്തിട്ട് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്താൽ എൻ്റെ വക ഒരു 1000 rupees ഞാൻ ഓൺ ദ സ്പോട്ടിൽ ജിപേ ചെയ്യുന്നു. ഒരു ടാസ്ക് പോലും മിസ്സാക്കരുത് കേട്ടോ. എല്ലാം ഞാൻ ചെയ്തു. എന്ത് ടാസ്ക് വേണം പറയാം, മഴയത്തിൽ എന്ത് പണിയും പറഞ്ഞു, എല്ലാം ഞാൻ ചെയ്യും. രാവിലെ തൊട്ട് വൈകുന്നേരം പറയാം മഴയിൽ തന്നെ ഇരിക്കാം. വേണം, അത് തന്നെയാ ചാലഞ്ച്. പിന്നെന്താ, ചില സമയത്ത് എനിക്ക് തണുപ്പണെന്നൊക്കെ പറഞ്ഞ കൊടയൊക്കെ തരുന്നുണ്ട്. ആലോചിക്കട്ടെ. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്, ഇന്നത്തെ ചാലഞ്ച് വീഡിയോ ആണ്. അപ്പോൾ ചാലഞ്ചിലോട്ട് പോയാൽ രാവിലെ ഇപ്പം തന്നെ ഞങ്ങൾക്ക് നല്ല തണുപ്പുണ്ട് കേട്ടോ. രാവിലെ എഴുന്നേക്കാനൊക്കെ മടിയായിരുന്നു. അപ്പോൾ നമുക്ക് തൽക്കാലം പാവല്ലെന്ന് വിചാരിച്ച് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം മുതൽ കുളിച്ചിട്ടൊന്നുമില്ല. ഇപ്പം എന്തായാലും മഴ തന്നെയല്ലേ. അപ്പോൾ ഇനി നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് മഴയത്താണ്. സോ പോകാം. സൂപ്പർ മഴ, നല്ല പാസാറൊക്കെ ഉണ്ട്. വഴിക്ക് വീഴരുത്, അതൊരു ടാസ്ക് അല്ല. നമ്മളിവിടെ നിന്ന് നമ്മളങ്ങനെ നന്നായിട്ട്. അതെ, എനിക്കിപ്പോ തന്നെ തല. അയ്യോ, അതെന്താ അവിടെ പുഴങ്ങി വീണു? വെട്ടാണോ? ഞാൻ വിചാരിച്ചു മഴയത്ത് വീണാണോ. സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. ആദ്യം ഒന്ന് മുഴുവൻ നനയട്ടെ, ശരീരമൊക്കെ ഒന്ന് ഫുള്ള് നനയട്ടെ. എന്നതിന് ശേഷം ഓരോരോ പണികളായിട്ട് തരാം കേട്ടാ. ഇപ്പൊ നല്ല സുഖല്ലേ? സുഖമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കാണാം. അയ്യോ, പനി വന്നാൽ കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. ഉണ്ടല്ലേ? ആകട്ടെ, രാവിലെ തന്നെ അച്ഛൻ എന്ത് പ്രാന്തം കാണിക്കുന്നത് പറഞ്ഞിട്ട് ഉറങ്ങി എഴുന്നേറ്റ് ഉറക്കപ്പിച്ച് മാറിയിട്ടില്ല കേട്ടോ. അങ്ങനെ വന്നിരിക്കേണ്. അതൊന്നും കുഴപ്പമില്ല, മഴയത്ത് ഇരിക്കുക. ചെയർ വേണമെങ്കിൽ ചെയർ തരാ. ഓ, നിങ്ങൾക്ക് വാഴയുണ്ട് കേട്ടാ. വാഴേന്റെ അടിയിൽ മഴ നനയാതൊക്കെ നിക്ക. പക്ഷെ ഞാൻ സമ്മതിക്കില്ല, പറഞ്ഞ കുറച്ച് കഴിയട്ടെ. വാഴേന്റെ അടിയിൽ എവിടെ മഴ? അത് ഞാൻ പറയും, വേണേ ഒരു കൺസെഷൻ ഒക്കെ ഇടയ്ക്ക് തരും, അപ്പൊ വേണേ ഒക്കെ ചെയ്യാം. ഇല്ല, ഇപ്പൊ ആദ്യം ഒന്നും നനയട്ടെ. നനഞ്ഞിട്ടില്ല, മഴ കുറവാണല്ലോ. കുറച്ചുകൂടെ കഴിഞ്ഞാലേ ഒന്ന് സ്ട്രോങ് ആവും. ഏകദേശം ഒരു വിധമൊക്കെ നനഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല സുഖല്ലേ രഞ്ജിട്ടാ? ഇപ്പൊ എത്ര മണിയായിന്നറിയോ? ഇപ്പൊ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തത് ഒരു 10 മണിക്കാണ് കേട്ടാ. 10 മണി ഇപ്പൊ ഒരു 10:30 ആയിട്ടുണ്ട്. അരമണിക്കൂർ നിന്നിട്ടാണ് ഇത് എത്രയോ നല്ല. ഇല്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ നല്ല മഴക്കാറുണ്ട് കേട്ടോ. നല്ല മഴ വരാൻ പോകുന്നേ ഉള്ളൂ. കുളിക്കണ്ട, പക്ഷെ വേറൊരു സംഭവം ഞാൻ ചെയ്യിക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റത്തെ ടാസ്ക് കൊടുക്കാൻ പോവാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് രാവിലെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. സുധീകണ്ട അയ്യോ, തേങ്ങ പൊളിക്കാൻ കൊടുക്കാന്ന് വിചാരിച്ചിട്ടാട്ടോ. രാവിലെ ഞങ്ങൾക്ക് ഉച്ചത്തേക്കുള്ള കറിയൊക്കെ വെക്കണ്ടേ. ഇതെന്താ? ഓ, അവിടെ കിടത്തൊക്കെ ആയി നോക്ക്. ഓക്കെ, അപ്പോൾ ഇതേ നിങ്ങൾക്കുള്ളൊരു സാധനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടാസ്ക്കാണ് തേങ്ങ പൊളിക്കുക എന്നുള്ളത് കേട്ടോ. അതാകുമ്പോൾ ഞങ്ങൾക്ക് ഉച്ചത്തേക്കുള്ള കറിയോ. ഫസ്റ്റത്തെ ടാസ്ക്കാണ് നമ്മുടെ മഴയത്ത് നിന്ന് തേങ്ങ പൊളിക്കുക. വിട്ടേ, തലക്കറിഞ്ഞേ. ഞാൻ അയ്യോ, അതതിയെ പോയി. പറ്റുള്ളൂ. ടൈമോ? ടൈം ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പൊളിച്ചു കിട്ടിയാൽ മതി.
തേങ്ങ പൊളിച്ചു തരണം മഴയത്ത്. ഓ ഇവിടെ ഒരാള് സിനിമയ്ക്ക് വന്നിരിക്കുന്ന പോലെ വന്നിരിക്കുകയാണ്. എന്തൊക്കെയാ അച്ഛൻ കാട്ടുന്നതെന്ന് നോക്കാൻ വേണ്ടിട്ട്. സ്റ്റാർട്ട് ചെയ്തോ. അങ്ങനെയൊക്കെ പഠിക്കുക കുട്ടികള്. സൂപ്പറായി പൊളിക്കണ്ടല്ലോ. വെരി ഗുഡ്. ഈ ഭാഗമല്ല, അതിന്റെ മുക്കൊക്കെ കൊണ്ടുപോയിട്ടാണ് തേങ്ങ പൊളിക്കുക. ശരി, പൊളിച്ചാ മതി. പനി വരില്ല, അത് മാത്രമേ ഉള്ളൂ. നിങ്ങളവിടെ കാടിലും മേട്ടിലും മഴയത്തും മഞ്ഞത്തൊക്കെ നടക്കണല്ലേ. അതുകൊണ്ട് ഇതൊന്നും രഞ്ജോട്ടിനൊരു ചാലഞ്ച് അല്ല, ഒരു ടാസ്കുകളല്ല. അറിയാ. അതെ, നമ്മള് തേങ്ങ എത്ര പെട്ടെന്ന് പൊളിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അത് തലയും കൊണ്ട് അടിച്ചു പൊട്ടിക്കുക. ഓക്കെ, അത് വേണ്ട തൽക്കാലം. ഇത് ഓക്കെ, അത് വേണ്ട. ഓക്കെ, അല്ല അത് വേണം. അല്ല, താഴെ കൊണ്ടുപോട്ടെ. ഇതിപ്പോ ഗൈസ് എനിക്കുള്ള ടാസ്ക് പോലെയാണ് കേട്ടോ. ഇതില്ല, ഞാൻ താഴത്തുനിന്ന് മേലെ കൊണ്ടുവരണം, മേലെന്ന് താഴേക്ക് കൊണ്ടുവരണം. തേങ്ങ വെച്ചിട്ടൊന്നുമില്ല, എടുത്താ ഞാൻ കറി വെക്കാം. സോ ഗൈസ്, അടുത്ത ചാലഞ്ചിലെ ഐഡിയ രഞ്ജോട്ടൻ തന്നെ പറഞ്ഞു തന്നു കേട്ടോ. തേങ്ങ ചെരുവി തരണമെന്ന് വെച്ചിട്ടുള്ളൂ. എന്നാ പിന്നെ ചെരുവി തന്നോട്ടെ. ഇവിടെ കൊറേ ആയിട്ട് കേറി നോക്കലൊന്നുമില്ലല്ലോ, അതുകൊണ്ട്. അടുത്ത ചാലഞ്ചാണ്. നമുക്ക് നേരത്തെ പൊളിച്ചു തന്ന തേങ്ങയില്ലേ, അത് ചെരുവി തരാം. ഏട്ടൻ തന്നെ പറഞ്ഞ നേരം കൊണ്ട് അതൊരു ടാസ്ക്കാണ് കേട്ടോ. ഇപ്പൊ സമയം എത്രയെന്നറിയോ? സമയം 10:30 കഴിഞ്ഞു. 11 മണിയായിട്ടുണ്ട്. അതെ, ചേട്ടാ കിടക്കുന്നത് കാണട്ടോ. കൂടി ഇപ്പൊ മഴ കൂടിട്ടോ. അതായത് ഉച്ചയാവും തോറും മഴ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഏകദേശം 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 11 മണി, 1 മണിക്കൂറായി രഞ്ജേട്ടൻ മഴയത്ത് നിൽക്കാൻ തുടങ്ങി. രഞ്ജേട്ടൻ 1 മണിക്കൂറായി കേട്ടോ ഇപ്പോൾ നിൽക്കാൻ തുടങ്ങിയിട്ട് മഴയത്ത്. ഈ തേങ്ങ പൊളിച്ച് റെഡിയായി, ചിരവി റെഡിയായി. അപ്പം ഇതങ്ങോട്ട് ചേട്ടന് കൈമാറാം. വരൂ. സുഖിച്ച് കിടക്കണല്ലേ. എങ്ങനെയുണ്ട്? അങ്ങനെയൊക്കെ ഉപകാരമുണ്ടോ? അങ്ങനെ തേങ്ങ ചിരവൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങൾക്ക് തേങ്ങാപ്പാൽ എടുക്കാനുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതെ, യെസ്, പായസം വെക്കുന്നുണ്ട്. ഇല്ല മതി. ഇനി ചരവിക്കോട്ടാ, വർത്താനൊന്നും വേണ്ട, ചരവിക്കാം. മാസം നല്ല അടിപൊളി ശമ്പളം വാങ്ങുന്ന ആള് കണ്ട. 1000 റുപ്പീസിന് വേണ്ടിട്ട് ഞാൻ ആ പൈസ നോക്കണം. എന്നോട് കാണിച്ച വെല്ലുവിളി, ചാലഞ്ച് അല്ലേ? പട്ടാളക്കാരൻ്റെ അടുത്ത് നീ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ചാലഞ്ച് അക്സെപ്റ്റഡ് എന്ന സംഭവമാണ്. തേങ്ങ ചെലവ് ശീലമൊന്നുമില്ല. ഇപ്പൊ തേങ്ങ ചെലവ് ശീലമൊന്നുമില്ല. അല്ല, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെലവിക്കാറുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. നല്ല പണി തന്നു. പായസം വെക്കാൻ വേണ്ടി നല്ല സൂപ്പർ പണി തന്നു നിങ്ങള്. ഏട്ടന് വേണ്ടിട്ട് തന്നെ പായസം. എനിക്ക് വേണ്ടി തന്നെയാണല്ലോ അല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് തേങ്ങമുറി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ സെന്ററിലൊക്കെ എന്താ ആക്കരുത് മാൻ. ചെറുതായിട്ടുള്ളതൊന്നും കുഴപ്പമില്ല. പൊട്ടുന്നുണ്ട് കേട്ടാ, ചെറിയ ഇടിയൊക്കെ പൊട്ടുന്നുണ്ട്. അത് കുഴപ്പമില്ല, ചെറുതായിട്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നെ അത് അടിയിൽ മറ്റേ ഇതൊക്കെ വരും, പാലെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. അത് നമ്മള് അടുത്ത തേങ്ങമുറി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ആവട്ടെ, സിനിമ കാണുന്നുണ്ട്. രാവിലെ എണീറ്റ് അച്ഛന് ഇത് വല്ല ആവശ്യം ഉണ്ടാവുള്ളൂ. 1000 റുപ്പീസ് കിട്ടി കഴിഞ്ഞാൽ ആവണിക്ക് എന്താ? ആവണിക്ക് ഞാൻ എന്തായാലും ചെരുപ്പ് വാങ്ങി കൊടുക്കൊണ്ടാണ്, ഒരു കെട്ടിന് ചെരുപ്പ്. ഇഷ്ടംപോലെ ചെരുപ്പുണ്ട്. വീട് ചെരുപ്പ് ഇത് നമുക്ക് ട്രിപ്പ് പോവാം. അതല്ല, ഇത് 2 പേരും ഉണ്ടല്ലോ ചെരുപ്പ് പ്രാന്തന്മാരാണ് കേട്ടോ. എത്ര ഷൂസ് ആണെങ്കിലും എത്ര ചെരുപ്പാണെങ്കിലും എവിടെ നിന്ന് കണ്ടാലും മേടിച്ച് വെക്കും. നല്ല ഇപ്പൊ നല്ല മഴ കൂടിയിട്ടോ, നല്ല മഴ കൂടിയിട്ടുണ്ട്. പക്ഷെ വീഡിയോയിൽ അധികം കാണാനിട്ടാ.
നല്ല മഴയുണ്ട്. മഴയത്തിരിക്കണമെങ്കിൽ മൂത്രേക്കനെ കൊണ്ടുണ്ടോ? മഴയത്ത് ഒഴിച്ചാൽ അറിയാതൊന്നുമില്ലല്ലോ. അല്ല മഴയത്ത് മൂത്രയ്ക്കാൻ എനിക്ക് ഗ്യാപ്പൊക്കെ തരുമല്ലോ. കണ്ടീഷൻസ് ഉണ്ടാവും. ഒന്നുമില്ല, ചെലവ് എന്നിട്ട് ബാക്കി ഞാൻ പറയാം മോനെ. എല്ലാം പ്രതീക്ഷിച്ചിരുന്നോ? മതി. അപ്പൊ ചാലഞ്ച് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഓക്കേ, ടാസ്ക് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. ഈ സാധനം ഉണ്ടല്ലോ, നമ്മള് ബാക്കിലേക്ക് ഇരുന്നാ വീണ് പോകും. അപ്പൊ രണ്ടും കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഞാൻ ടാസ്ക് മഴ അധികം വെള്ളം നനയ്ക്കണ്ട. വേഗം കൊണ്ടുപോ. ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കേ, വെരി ഗുഡ്. അപ്പൊ തേങ്ങ നിങ്ങൾ നല്ല തണുപ്പുണ്ടാവട്ടെ എനിക്ക്. എന്താ സന്തോഷം, ചക്കക്കൂട്ടം കണ്ട കുട്ടികളെ പോലെ. നല്ല മഴ. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. പറയൂ. തടസ്സങ്ങൾ കാരണം എനിക്ക് തോന്നി മഴയിൽ നിൽക്കണോണ്ടായിരിക്കും മൂത്രയ്ക്കാൻ തോന്നി. അതെ, എന്താ പറയുന്നത്, മൂത്രയ്ക്കണല്ലേ. അപ്പോ എത്ര സമയം വേണം? സമയം നീ പറയുന്ന പോലെ ഒരു 10 സെക്കൻഡ് മതിയോ? 20 സെക്കൻഡ് മതിയോ? അങ്ങനെയാണെങ്കിൽ കുറച്ച് 20 വരെ എണ്ണ. 1 2 3 1 20 വരെ എണ്ണ. അപ്പോൾ ഞാൻ കടയിൽ വെച്ചത്. അപ്പോ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്യും. 20 വരെ ഞാൻ എണ്ണ, അത്രയും പുഷപ്പ് എടുക്ക്. തുപ്പി വെച്ചതാ പുഷപ്പ്. അത് എണ്ണലിന്റെ സ്പീഡൊക്കെ ഞാൻ പറയും. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. എണീറ്റ പാവം മനുഷ്യൻ. അതുകൊണ്ടാ ഞാൻ ഇത്ര സ്പീഡ് കൂട്ടിയത്. അല്ലെങ്കിൽ മെല്ലെ ആക്കുമായിരുന്നു. ഓക്കെ അർജന്റല്ലേ പോയിക്കോ. കാലൊക്കെ തുടച്ചിട്ട് ഇവിടെ നിന്ന് വെള്ളാക്കരുത്. ഓടിക്കോ. അതെ ഞാൻ മറ്റേ ടാസ്ക് വല്ലാണ്ട് കൂടി പോയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. സങ്കടം തോന്നുന്നു. ആവുണ്ണി, അച്ഛൻ ടാസ്ക് ചെയ്യുമ്പോൾ ആവുണ്ണിക്ക് എന്താ തോന്നുന്നു? പറ, എന്ത് തോന്നുന്നു? പാവം തോന്നുന്നുണ്ടോ? സമയായി. വഴുക്കല്ലേ. ഓക്കേ, വെരി ഗുഡ്. തുടരുത് കേട്ടാ. അവിടെ നമുക്ക് കൂടിയിടാം. പൊട്ടുണ്ടാക്കാം. പൊട്ടിയ താഴേക്ക്. അയ്യോ, അച്ഛാ അപ്പുറത്തേക്ക് വീണിട്ടാ. അവിടെ നിന്ന് മഴയൊന്നും നനയും. അച്ഛന് വാഴ പോലെ ഉണ്ട് കാണാം. വാഴേന്റെ അവിടെ നിൽക്ക്. വാഴേന്റെ താഴെ നിൽക്ക്. അച്ഛനും കാണാൻ പാടപ്പോ. അച്ഛ നിലം പൊട്ടണ്ടാട്ട അവിടെ ഇരുന്നിട്ട്
നിക്ക് വേണമെങ്കിൽ നിമ്മ വേണമെങ്കിൽ തേയില് പൊട്ടണ്ടോ അവിടെ ഇരുന്നിട്ട് തേയില് പൊട്ട അച്ഛൻ താളയ്ക്ക് വീഴും. തേയില് പൊട്ടണ്ടോ നോക്കത്താ ദൂരത്ത് കണ്ടെന്നിട്ട് നോക്കിയിരിക്കുക. എന്താ ചേട്ടാ മതിയായോ മഴയത്ത്? ഞാനൊരു ഗാർഡിന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കാണാനില്ല. ഗാർഡ് താഴെ എത്തി, ടി വി വെച്ചായി പറഞ്ഞിട്ട് അവിടെ എത്തിയായിരുന്നു. അതൊക്കെ അത്രേ ഉള്ളൂ. ഞാൻ അതിനാണ് വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ നിന്ന് പോയത്, മനസ്സിലായോ? വാ അടുത്ത ടാസ്ക് തരാട്ടാ. ഇതേ കണ്ട, അടുത്ത ടാസ്കാണ്. ഇതേ നല്ല തണുത്ത വെള്ളമുണ്ട്. ഇതേ കണ്ടതിന് മനസ്സിലാവും, നല്ല തണുത്ത വെള്ളം. ഇത് നല്ല തലയിൽ കൂടെ കോരി വെച്ചാൽ എങ്ങനെയുണ്ടാവും ഈ പെരുമഴയത്ത്? സമയം ഇപ്പം എത്രയെന്നറിയോ? 12 മണിയായിട്ടുണ്ട്. അപ്പോൾ 10 മണിക്ക് തുടങ്ങിയതല്ലേ, 2 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ഓരോ മണിക്കൂർ കൂടുമ്പോഴാണ് ഞാനിങ്ങനെ ഓരോ ടാസ്കുകൾ വരുന്നത് കേട്ടാ. അപ്പോൾ ദേ ഇതങ്ങ് വാങ്ങിച്ചോളൂ, അതൊരു തലവഴിയാണ് ഒഴിച്ചോളൂ, നല്ല സുഖം ഉണ്ടാവും. ഇപ്പൊ ഇത്തിരി മഴ കുറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇപ്പോ യെസ്, തലക്കൂടെ തന്നെ ഒഴിക്കണം. ഈശ്വരാ പനി വരല്ലേ, ഇന്ന് മേലക്കൂടെ ഒഴിച്ചാൽ മതി. കുഴപ്പമില്ലെങ്കിൽ ഒഴിച്ചോ. ടാസ്ക് ഓക്കെ, സ്റ്റാർട്ട്. ഒഴിച്ചോ ഒഴിച്ചോ. അതിൽ ആക്ച്വലി കട്ട ഉണ്ടായിരുന്നു, ഞാൻ അതിന് അലീച്ച് ആക്കിയതാ. ഞാൻ ഫ്രീസറിൽ വെച്ചിരിക്കായിരുന്നു. മതി നേട്ടാ, മതി. ശരി, ഓക്കെ. അയ്യോ, അല്ല കുഞ്ഞു കുട്ടികൾ തുളിച്ചാടുന്ന പോലെയുണ്ട്. എവിടെ മുഖം ഒന്ന് കാണിക്കൂ, സുന്ദരമായ മുഖം, ചുവന്ന് റെഡ്, ഫുള്ള് റെഡായി. നല്ല സുഖല്ലേ, നല്ല സുഖല്ലേ? ഓ, അതിന്റെ ഇടയിൽ കൂടെ ആയാ മറ്റേ സിനിമയിൽ പറയും പോലെ എന്താ പറയാ, ദിലീപ് പറയില്ലേ, നല്ല സുഖമുണ്ട്, സുഖം വേണം തോന്നുമ്പോ വെച്ച് വലിച്ചടക്കിയ അതുപോലെ ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് ഞാനൊരു കൺസെഷൻ തരാം. എന്നറിയോ, 1 മണിയാകുമ്പോൾ ചോറിനെ ഞാൻ അകത്തോട്ട് കയറ്റുന്നതായിരിക്കും. ഓക്കെ, ഹാപ്പി? രജേട്ടാ, ഇപ്പൊ ഈ ഒരു ടാസ്ക് ചെയ്ത നേരം കൊണ്ട് ഞാനൊരു കൺസെഷൻ തരാം. കുറച്ചു നേരം ഈ സൺഷെയ്ഡിന്റെ അപ്പുറത്ത് വേണം നിന്നോ. കുറച്ചു നേരം അല്ല, എന്തായാലും തലയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിട്ട് കുറച്ചു നേരം ഇങ്ങനെ ചാരി നിന്നോ. വെള്ളം എന്തായാലും വേണം കുടിക്കാൻ, ഫ്രിഡ്ജിൽ കുറച്ചുകൂടെ ഇരിപ്പുണ്ട്, കുടിക്കാൻ വേണത്തിരി തരാം. സോ ഗൈസ്, സമയം 1 മണിയായി കേട്ടോ. ചോറ് എടുക്കണ്ടേ? അപ്പോൾ മഴയിൽ തന്നെ ചോറ് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. മൂപ്പർക്ക് ചിക്കനും കുത്തൊക്കെ കഴിച്ചിട്ട് പല്ലിൻ്റെ ഇടയിൽ കയറി പല്ല് വേദനയ്ക്കാന്ന് പറഞ്ഞാലും കൂടെ ഇന്നിപ്പോൾ ചോറും സാമ്പാറും സോയാബീൻ ഫ്രൈ ആണ് കേട്ടോ. ചേട്ടാ വരൂ, ചോറുണ്ടേ, സമയം 1 മണിയായി.
കറക്റ്റാണ്. ഈ സോയാബീൻ മതി. കാരണം എന്താ അറിയാം, പല്ല് വേണിച്ചിട്ട് അല്ലല്ല എവിടേക്കാ? അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് പോട്ടെ. സംസാരിച്ച് എങ്ങോട്ടാ? എനിക്ക് ചോറ് താ. ആ ഓക്കെ ഓക്കെ തരാം. ദാ. തന്നോളൂ. സൂപ്പർ. അടിപൊളി. സ്വർഗ്ഗം മാമ സ്വർഗ്ഗം. കിണ്ണത്തിൽ വെള്ളം ആവുന്നതിന് മുമ്പ് വേഗം കഴിച്ചോ. നമ്മളിവിടെ ഇരുന്ന് കഴിക്കും. അയ്യോ അവിടെ ഇരുന്നിട്ടോ? ചെയർ തരാം ഞാൻ. ഓക്കെ വെരി ഗുഡ്. എങ്ങനെയുണ്ട്? മഴയത്തിരുന്ന് കഴിക്കുമ്പോഴോ അയ്യോ എനിക്കും കൂടി മഴയത്ത് വരാൻ തോന്നുന്നു. നല്ല നല്ല രസമുണ്ട് മഴയത്തിരുന്ന് കഴിക്കാം. നല്ല മഴയുണ്ട് കേട്ടോ. നല്ല മഴയുണ്ട്. നല്ല മഴയാണ്. നല്ല എന്താ പറയുക. പക്ഷേ അല്ലേ നമ്മൾ നോക്ക്, ഇത്ര ദിവസം ഇങ്ങനെ മഴ ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്നാണ് അതെ വന്ന് രഞ്ജോടെ ലീവിന് വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ മഴ പെയ്യുന്നത്. രാവിലെ പിടിച്ച മഴയാണ്. നമ്മുടെ ചാലഞ്ചിന്ന് മൂപ്പര് അറിഞ്ഞു പോകുന്നു. ഒരു ബ്രേക്ക് തരാതെ മഴയുണ്ട് രഞ്ജോടന്. ഏട്ടാ മതിയായെങ്കിൽ മതി, നിർത്തിക്കോ ചോറ്. ആ ഓക്കെ ഗുഡ്. ഇല്ല 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 അതൊന്നും ഞാൻ പറയുന്നത്. താഴ്ക്കിട്ടോ. ആ വാഷ് ബേസിൽ കഴിയുകയാണോ കഴിക്കാം? എന്റെ ലൈഫിൽ ആദ്യമായിട്ട് തന്നെ മഴയിട്ടാണ് ചോറുണ്ട്. നിങ്ങളവിടെ മഴയത്ത് എന്തായാലും ചോറിനുണ്ട് വരില്ല അല്ലേ? മഴയത്ത് ചോറിട്ടില്ല. അങ്ങനെ എന്റെ ടാസ്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇന്നാ മേഡം ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പോഴത്തെ ടാസ്ക് നമ്പർ എത്രയോ കംപ്ലീറ്റ് ആയി. നമ്പർ തന്നെ വെച്ചിട്ടില്ല. ഇനി റെസ്റ്റ്. ഇനി അടുത്ത മണിക്കൂറില് 2 മണിക്കാവുമ്പോ. ഓക്കെ 2 മണിയാവുമ്പോ. സോ ഗായ്സ് ഇപ്പം ഉണ്ടല്ലോ സമയം 2 മണിയായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ടാസ്ക് കൊടുക്കാൻ വന്നത്. 2 മണി നേരത്ത് നല്ല ഇരുട്ട് പിടിച്ച മഴക്കാറാണ്. അത്യാവശ്യം ഇടിയൊക്കെ പൊട്ടുന്നുണ്ട്. ചെറുതായിട്ട് ഇടി പൊട്ടുന്നുണ്ടല്ലോ കേട്ടോ. അപ്പോൾ എന്താ പറയുക, പായസമൊക്കെ ആയിട്ട്. പക്ഷെ പായസം മാത്രം ഞാൻ കൊടുത്തിട്ടില്ല. പായസം ഈ ടാസ്ക് കഴിഞ്ഞ് വൈകുന്നേരത്ത് കൊടുക്കാതെ ഇപ്പൊ വേണം. ചൂടോടെ ഓക്കെ. ഈ തണുപ്പൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ചൂടോടെ അപ്പം കൊടുക്കാം. അതുകൊണ്ട് പായസം ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷേ ഞങ്ങളൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ സമയം നേരത്തെ പറഞ്ഞ പോലെ 2 മണിയാണ് കേട്ടോ. അപ്പോൾ 10 മണിക്ക് തുടങ്ങിയതാണ്. 2 മണിയായി, കുറേ നേരമായി. അപ്പോൾ ഇനിയും നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് കേട്ടോ. ഓക്കെ 6 മണി വരെ. ഓക്കെ 6 മണി വരെ. അപ്പോൾ ഇനി ഒരു 4 മണിക്കൂറും കൂടെ ഉണ്ട്. അപ്പോ ചോറുണ്ട് കഴിഞ്ഞ് ഒരു ടാസ്ക് തരാം. ഓക്കെ അതൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിട്ട് വായോ. ചോറ് കഴിച്ചതൊന്ന് ദഹിക്കാൻ വേണ്ടിട്ട്. എങ്ങനെ ദഹിക്കൊന്നുമില്ല വേറെ കാര്യം. സ്റ്റോപ്പ്. ഓ നിങ്ങൾ അങ്ങനെയൊക്കെ പറയല്ലേ, സാവധാനം. ദേ നമ്മുടെ ഒരു പൈപ്പ് ഇരിക്കുന്ന കണ്ട, അതിന്റെ ചോട്ട് പോയിക്കാ ഓപ്പൺ ചെയ്. കുറച്ചേരം അതിനകത്ത് നിക്ക്, അതിന് താഴെ നിക്ക്. താഴെ എങ്ങനെയുണ്ട്? നല്ല സുഖല്ലേ? ഓക്കെ മതി. നമ്മൾ വെറുതെ വെള്ളം വേസ്റ്റ് ചെയ്യണ്ട, മതി. നല്ല സുഖല്ലേ?
നല്ല സുഖമാണ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നനച്ചു വിടാട്ടാ. ചാലഞ്ച് കിട്ടുന്നത് നല്ലതാണ്. ഭയങ്കര മോട്ടിവേഷൻ കിട്ടും. നമ്മുടെ ഉള്ളിൽ തന്നെ കോൺഫിഡൻസ് വളരും. തോറ്റു കൊടുക്കരുത്. അതെ. രഞ്ജേട്ടൻ അവിടെ ഇരുന്നത് ബോറടിക്കുന്നുണ്ട് തോന്നുന്നു കേട്ടോ. മഴയത്ത് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. എങ്ങനെയുണ്ട്? നല്ല സുഖം. നല്ല സുഖല്ലേ? ഗൈസ്, സമയം 3 മണിയായിട്ടോ. നമ്മൾ അടുത്ത ടാസ്ക് ആയിട്ട് വന്നിരിക്കുകയാണ്. ടാസ്ക് എന്താണെന്ന് അറിയണ്ടേ? കുറച്ച് തുണികൾ വാഷ് ചെയ്യാനുണ്ട്. മഴയത്ത് നിന്ന് തുണികളൊക്കെ വാഷ് ചെയ്യട്ടെ അല്ലേ? ഞാൻ വന്നപ്പോൾ സമയം എത്രയായി? ഒരു ഊഹം പറ. ഞാൻ ടാസ്ക് ആയിട്ട് വന്നിരിക്കാം. സമയം എത്രയായി? 3 മണി. അതെ, യെസ്, സമയം 3 മണിയായിട്ടുണ്ട്. അപ്പോൾ 3 മണി ഇതേ വാളക മിന്നുട്ടോ. 3 മണിയായി. അപ്പോൾ 3 മണിത്തെ ടാസ്ക് 3 തുണികൾ കഴുകുക. അങ്ങനെയല്ല, ഇതിൽ രഞ്ജേട്ടൻ്റെ കുറച്ച് തുണികളുണ്ട്. അതൊക്കെ ഇങ്ങനെ ഈ മഴയത്ത് നിന്ന് അങ്ങനെ വാഷ് ചെയ്തോ. സോപ്പുണ്ടല്ലോ. സോപ്പില്ലാതെ തുണി വാഷ് ചെയ്യാൻ തരുന്നു തോന്നുന്നുണ്ടോ? ഞാൻ ഇല്ല 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 ഇല്ല, അതൊന്ന് പിടിച്ചോ. ഓക്കെ, എല്ലാം പിന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഞാൻ പറയുമ്പോ ഇതോ എന്ന് പറയുന്നില്ല കേട്ടാ. ഓക്കെ റെഡി, ഓക്കെ ഓക്കെ പറഞ്ഞിട്ട് എല്ലാം ചെയ്യുന്നു. ഇത് കറക്റ്റ് എന്റെ കയ്യിൽ 1000 രൂപ അല്ലാതിരിക്കുമ്പോഴാണ് എന്റെ സ്വഭാവം മാറുന്നത്. അപ്പൊ എൻ്റെ ആകെ 100-500 രൂപയൊക്കെയാണ് ഞാൻ സേവ് ചെയ്ത് വെച്ച പൈസകളുള്ളത്. ഇനിയിപ്പോൾ അത് മുഴുവൻ കൊടുക്കേണ്ടി വരുമോ? ആവശ്യത്തിന് തന്നേ പറ്റും. അപ്പൊ നമുക്ക് ഈ സെന്ററിലാണ് കുറച്ച് നല്ല വൃത്തിയുള്ള തലയെ കാണുന്നത്. അല്ല, അവിടെ ബക്കറ്റിനുള്ളിൽ തന്നെ തുണി വാഷ് ചെയ്താൽ മതി. നിലത്തിടൊന്നും വേണ്ട. അയ്യോ, ചളിയാവും. ഉണ്ട്. ഇതിപ്പോ എനിക്ക് തന്നെ പണിയാവുന്ന തോന്നുന്നു. ഞാൻ വീണ്ടും വാഷ് ചെയ്യേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല. ടാസ്ക് ഈസ് ടാസ്ക്. ചെയ്തോ. മണ്ണിലിട്ട് കഴുകിയാലും വേണ്ടില്ല, ടാസ്ക്കാണ്. അറിയാലേ. ആ, പിന്നെ അവിടെ നിങ്ങളുടെ ഡ്രസ്സുകളൊക്കെ നിങ്ങൾ തന്നെ വാഷ് ചെയ്യണ്ടേ. മതി മതി. നമ്മുടെ ചേട്ടൻ തുണികളെല്ലാം വാഷ് ചെയ്തിട്ടുണ്ട്. സോപ്പ് അതിലിടല്ലേ? വാഷ് ചെയ്തല്ലേ? അല്ലേക്കട്ടെ. സോ ഗൈസ്, സമയം 4 മണിയായിട്ടോ. 4 മണിത്തെ ടാസ്ക് ചൂല് ടാസ്ക്. അതായത് ടെറസിന്റെ മേലെ നിൽക്കല്ലോ, ടെറസൊക്കെ ഒന്ന് അടിച്ചു ഒരു വൃത്തിയാക്കട്ടെ. ചേട്ടാ, എന്നാലും ഇവിടെ നിൽക്കില്ല. അപ്പൊ ഇവിടെയൊക്കെ അടിച്ചു ഒരു വൃത്തിയാക്കിയോ. യെസ്, സമയം 4 മണിയായി. ഇനി വെറും 2 മണിക്കൂറും കൂടി ഉള്ളൂ. ആ സൈഡ് കൂട്ടി വെക്കണ്ട. മഴയത്ത് വീണ്ടും ആ ഹോളിൽ പോയി അടയില്ലേ? ഈ സൈഡ് കൂട്ടി വെക്ക്. വീണ്ടും ഇങ്ങോട്ടനെ അടിച്ചോണ്ട് പോവാ. അവിടെ കൂടെ ഇത്രക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതാ അവിടെയൊക്കെ ഉണ്ട്. അതാ ആ തുണി എടുക്ക്. എന്തിന്? അതൊരു തലാണ കവറായിരുന്നു ആക്ച്വലി. അത് താഴെ വീണത് ഞാൻ കണ്ടില്ല ഇവിടെ തുണി വെച്ചിട്ട്. അതപ്പം മഴയത്ത് പെട്ടു. പിന്നെ ഞാൻ പിന്നെ അത് ആവശ്യമില്ല വെച്ചിട്ട് ഞാൻ പിന്നെ എടുത്തില്ല. അപ്പോൾ നമ്മുടെ അടുത്ത ചാലഞ്ച് കംപ്ലീറ്റ് ആവാൻ പോവുകയാണ്. വളരെ എക്സൈറ്റഡ് ആയി പോയി. അതൊക്കെ കൂടിയാണ് കൂട്ടിയത് കേട്ടോ. അവിടെ വെച്ചോളൂ. ഓക്കെ, അപ്പോൾ ഈ ചാലഞ്ച് കംപ്ലീറ്റ് ആയിരിക്കും. ഓക്കെ, ഇത്ര സിമ്പിളായിട്ടൊന്നും തരാൻ പാടില്ലായിരുന്നു. സാറിൽ പോട്ടെ വിചാരിച്ചിട്ടാണ്. ഇത് ഈ വീഡിയോ കഴിഞ്ഞിട്ട് എനിക്ക് തെറിവിളിയായിരിക്കും ഇഷ്ടം. പാവം ചെക്കനെ കൊണ്ട് ഇത് ചേച്ചി എന്തൊക്കെയാ ചെയ്യിക്കുന്നത് പറഞ്ഞിട്ട്. അതെ, നമ്മുടെ ഓഡിയൻസ്. 4 മണിയില്ലേ? 4 മണി കഴിഞ്ഞില്ലേ? 4 മണി കഴിഞ്ഞിട്ടില്ലേ? 4 മണിക്കാണ് ഞാൻ ഈ ടാസ്കും കൊണ്ട് വന്നത്. ഇനി 2 ടാസ്കും കൂടെ കേട്ടോ.
ഇനി ഞങ്ങളെ വീട്ടിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ടാസ്കുകളായിട്ട് മെയിനായിട്ട് വീട്ടുപണികൾ പ്രത്യേകിച്ച് കൊടുക്കാനൊന്നുമില്ല. അപ്പം ഞാൻ ടാസ്ക് എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോഴാണ് ഇവരുടേതായ രീതിക്ക് ടാസ്ക് കൊടുക്കാം എന്ന് വിചാരിച്ചത്. വളരെ സിമ്പിളായിട്ടുള്ള ടാസ്ക്കാണ് കേട്ടോ. ചേട്ടാ ഒരു നിങ്ങളെ വെച്ച് നോക്കണമെങ്കിൽ സിമ്പിൾ ടാസ്ക്കാണ് കേട്ടോ. ഒരു 10 സിറ്റപ്പ് അല്ല ഒരു 15 ആയിക്കോട്ടെ. ഒരു 15 സിറ്റപ്പ് കേട്ടാ. ഓക്കെ വഴുക്കല എവിടെ എന്തായാലും കുഴപ്പമില്ല. റെഡി 1 2 3 സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ മതി 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 മതി. വിടില്ല ഞാൻ. ഓക്കെ സമയം എന്താ ഇരുട്ടാവാനായി കേട്ടോ. ഇപ്പോൾ ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരേ 1 മണിക്കൂർ കൂടി മാത്രം വെച്ചോട്ടാ. അതും കൂടെ 5 മണിയായി. ഇനി യെസ് ഇനി 1 മണിക്കൂർ കൂടെ വേണ്ടല്ലോ. അതെ അതെ. എങ്ങനെയുണ്ട്? നല്ല സുഖല്ലേ? നല്ല സുഖമുണ്ടാവില്ലേ? ഓക്കെ ഇനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സമയം 6 മണിയായി. യെസ് എന്താണ് ഒരു സന്തോഷമൊന്നും കാണാനില്ല. എന്നാ 1 മണിക്കൂറും കൂടെ നിൽക്കണ. 6 മണിയായി ഇരുട്ടായി കേട്ടോ. ഞാൻ 6 മണി പറഞ്ഞിട്ട് സമയം നോക്കി ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. സമയം 6 മണിയല്ല, സമയം എന്തേ 6:17 ആയിട്ടോ. എന്തേ നോക്ക്. രഞ്ജേട്ടൻ അറിഞ്ഞിട്ടില്ല നമുക്ക് 6 മണിന്ന് പറഞ്ഞിട്ട് പോവാം. അപ്പൊ രഞ്ജേട്ടാ കഴിഞ്ഞ നമ്മുടെ ടാസ്ക് കേട്ടാ. ലാസ്റ്റ് ടാസ്ക് ആണ്. ലാസ്റ്റ് ടാസ്ക് എന്താന്ന് വെച്ചാല് ആ പൈപ്പിന്റെ ചോട്ടിൽ തന്നെ ഏട്ടൻ കുളിച്ചോ, എന്നിട്ട് സമാധാനത്തോടു കൂടി ഉള്ളിൽ കയറിക്ക. ടവൽ വേണോ? ഓക്കെ എങ്ങനെ വേണമെങ്കിലും കുളിക്കാം. എന്ത് വേണം? ബക്കറ്റ് വേണോ? ആ 1 മിനിറ്റ് ഞാൻ ടവൽ എടുത്തിട്ട്. ഗൈസ് നമുക്ക് പോയിട്ട് രഞ്ജോട്ടൻ ടാസ്ക് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് വരാം. പാവം രാവിലെ തുടങ്ങിയതാണ്. എനിക്ക് ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങി എൻ്റെ കാലെല്ലാം വേദനിക്കാൻ തുടങ്ങി കേട്ടോ. രഞ്ജോട്ടാ ഓക്കെ വരൂ. ആ കുളിച്ചോളൂ. 6 മണി കറക്റ്റ് 6 മണി. ആ കറക്റ്റ് 6 മണി. അങ്ങനെ ലാസ്റ്റത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ വിജയത്തിലെത്തിയിരിക്കുകയാണ്. Challenge accepted and finally challenge completed successfully. അതൊക്കെ തരും ഞാൻ. സമാധാനപ്പെട്ടിട്ട് ഞാൻ തരാം. ഓക്കെ ടെൻഷൻ അടിക്കണ്ട. രഞ്ജോട്ടാ സമയം എത്രയും നോക്കിക്കേ. സമയം 20 മിനിറ്റ് എക്സ്ട്രാ നിർത്തിച്ചിട്ടോ. സാരല്ല ടൈം നോക്കിയില്ല ആക്ച്വലി, അതുകൊണ്ടാണ്. ഞാൻ കുളിച്ച് ഫ്രഷ് ആയി വരാം. അപ്പോഴേക്കും ക്യാഷ് എടുത്ത് വെച്ചോ. പായസം ചൂടോടെ. ഓക്കെ ക്യാഷിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല കേട്ടോ. ശരി ഗൈസ് രഞ്ജേട്ടൻ സക്സസ്ഫുള്ളി ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തത് കൊണ്ട് ദേ നമ്മുടെ ക്യാഷ് ഇവിടെ റെഡിയാണ് കേട്ടോ. കൊടുക്കട്ടെ അശേട്ടാ. കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷ്നപ്പ് ആയിട്ട് ദേ 6 മണി അല്ല 6 മണിയല്ല, സമയം 6:30 കേട്ടോ. അപ്പോൾ രഞ്ജേട്ടാ നമ്മുടെ ചാലഞ്ച് കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ വാക്ക് പാലിച്ചിരിക്കുന്നു. 1000 rupees. ഗൈസ് ഈ പൈസ എനിക്ക് വേണ്ടി തന്നെ രഞ്ജേട്ടൻ ചെലവാക്കുന്നതായിരിക്കും. പറ എങ്ങനെയുണ്ടായിരുന്നു മഴയത്തുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും കഷ്ടപ്പായി തോന്നിയെന്നറിയാം സമയം പോകുന്നത്. ഓരോ മണിക്കൂറും ഇങ്ങനെ കടന്നു പോകാനുള്ള പാട്, പിന്നെ തണുത്ത് വിറയ്ക്കുക. ഇതുവരെ ഞാൻ മഴയത്തിന് ചോറിട്ടിട്ടില്ല, അങ്ങനത്തെ പരിപാടിയും ചെയ്തിട്ടില്ല. അതൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ടൈം പോകാൻ അത്രയും പാടുണ്ടായിരുന്നു രാവിലെ മുതൽ ഇത്ര നേരം വരെ. അങ്ങനെ കുഴപ്പമില്ല.
ഒരു നമ്മുടെ അടുത്ത് ഒരു ചാലഞ്ച് പറയുമ്പോൾ അത് ഏറ്റെടുത്ത് ചെയ്തല്ലോ, എനിക്കൊരു കോൺഫിഡൻസ് ആണ്. നമ്മൾ ഒരാൾ ചാലഞ്ച് പറഞ്ഞാൽ നമ്മൾ ചെയ്യണം. ഒരു പട്ടാളക്കാരനായിട്ട് പിന്നെ ചാലഞ്ച് ചെയ്തില്ലെങ്കിൽ പിന്നെ അതിനൊരു വാല്യൂ ഇല്ലാണ്ടായി. അപ്പോൾ ഞാൻ ആ ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്തു. ചെറിയൊരു രൂപയാണ്, 1000 രൂപയാണ്, ചാലഞ്ചാണ്. അതെ. ഇനി വേറൊരു സംഭവം കൂടി ഉണ്ട്. നല്ല ചൂടുള്ള പായസം, നല്ല ഉച്ചക്ക് ചെലവിച്ചതിന്റെ നല്ല പായസം, ചൂടുള്ള നല്ല പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. ചെറുപയർ പരിപ്പ് പായസമാണ് കേട്ടോ. എങ്ങനെയുണ്ട്? അയ്യോ അശ്വിനി തപ്പ സൂപ്പറായിട്ടില്ലേ? അപ്പോൾ നമ്മുടെ ചാലഞ്ച് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്തത് ഇനി ചാലഞ്ച് വീഡിയോ ആണോ എന്ത് വീഡിയോ ആണോ അറിയില്ല. പുതിയ പുതിയ ഐഡിയാസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.